വേണ്ട 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 എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. പക്ഷെ ഈ മാതിരി തീക്കൊള്ളി സാധനം വിടുന്ന സമയത്ത് എങ്ങനെയാണ് ഗൈസ് ഞാൻ പ്രതീക്ഷ വെക്കാണ്ടിരിക്കേണ്ടത്? ബാലിയിൽ ഇന്നും ഈ ഒരു റിച്ചിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് കേക്കാക്ക് എന്നാണ് പറയുക. കേക്ക ഇപ്പൊ 2024 എന്ന് പറയുന്നത് ലാലേട്ടന്റെ വർഷം എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും പറയാൻ പറ്റുന്ന രീതിക്കാണ്. അമ്മാതിരി കൊലക്കൊള്ളി സാധനമാണ്, വേറെ ലെവലായിട്ടാണ് മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗത്തുനിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഡിസംബർ 25 അവർ ഇറക്കി വിട്ടേക്കുന്നത്. അവതാർ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചിരിക്കുന്ന ഒരു സീനാണ് മാഷേ എന്നൊക്കെ എന്നോട് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരേ കാര്യം മാത്രമേ ഉള്ളൂ. അവതാർ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ നിന്നുള്ള അവതാരം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു പേരാണ്. അതിനകത്ത് കാണിക്കുന്ന ഒരു റിച്വൽ കുറെ ആൾക്കാർ കൂടി ഗ്രൂപ്പായിട്ട് ഇരുന്നു കൊണ്ട് ഒരു ഡാൻസ് പോലെ എന്തോ മന്ത്രം ജപിക്കുന്നതായിരുന്നു ആ സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാമായണം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഹിന്ദുസ് എല്ലാവരും രാമായണം വായിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള ആൾക്കാർക്കും വായിക്കാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ വായിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സീൻ എന്താണെന്നുള്ളൊരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ അതിഭീകരമായിട്ടുള്ളൊരു ക്യാരക്ടർ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു പോസ്റ്ററിനകത്ത് വന്നേക്കുന്ന ലാലേട്ടൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതുവരെയുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ്റെ 100 മടങ്ങ് എക്സ്പെക്ടേഷൻ വെക്കാൻ മാത്രം രീതിക്കുള്ള ഒരു സാധനം എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട്. ഈ ഒരു സീൻ കാണുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ലാലേട്ടനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അഗോരി ലുക്കിലാണ് ലാലേട്ടനെ കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചുറ്റും കുറച്ചധികം ആൾക്കാർ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയൊക്കെ പോലെ കുറച്ചധികം ആൾക്കാർ ഇദ്ദേഹത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് സെൻട്രൽ ഇരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് ചുറ്റുമായിട്ട് കുറച്ച് പേര് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചുറ്റിനിരിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഷർട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഷർട്ട്ലെസ് ആണ്. ഷർട്ടും മറ്റൊന്നും ധരിക്കാത്ത വളരെ ഭീകരമായിട്ടുള്ള ലുക്കുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ അഗോരികൾ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു സീൻ കാണുന്ന സമയത്ത് ഈ ഒരു സീനകത്ത് കാണിക്കുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആണെന്നൊരു കാര്യം പറയുകയാണെങ്കിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും? യഥാർത്ഥത്തിൽ ഇത് ഡാൻസ് ആണോ അതൊരു റിച്വൽ ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമായണത്തിൽ പറയുന്ന അനുസരിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമായണത്തിൽ രാമൻ വേഴ്സസ് രാവണ യുദ്ധമുള്ള ഒരു കഥയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ, രാമൻ എന്ന് പറയുന്ന ദി പ്രോട്ടോഗണിസ്റ്റിന്റെ കൂടെ ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള രാവണനെ എതിർക്കാനായിട്ട് നിന്നിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, രാമനെ സഹായിച്ചു കൊണ്ടിരുന്നത് വാനരന്മാരായിരുന്നു. വാനരന്മാരെന്ന് പറയുകയാണെങ്കിൽ കുരങ്ങന്മാരെന്നൊക്കെ നമുക്ക് പറയാം. വാനരന്മാരും ഹനുമാനൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് രാമനെ സഹായിക്കുന്നതായിട്ട് കാണാൻ പറ്റേക്കുന്നത്. ആദിപുരുഷ സിനിമ കണ്ടേക്കുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. വാനരന്മാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് വാനരന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതിന്റെ സെന്ററിലായിട്ട് ഹനുമാൻ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു റിച്വൽ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ കാണിക്കുന്ന ഈ റിച്വൽ എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാലിയിൽ ഇന്നും ഈ ഒരു റിച്വൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് കേക്കാക്ക് എന്നാണ് പറയുക. കേക്കാക്ക്. എന്തുകൊണ്ടാണ് കേക്കാക്ക് എന്നതിന് വിളിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഘോരികളായ ഇവരെല്ലാവരും കൂടിയിട്ട് ഇതിന് ചുറ്റിയിരുന്നുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ റിച്വൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ റിച്വൽ ചെയ്യുന്ന സമയത്ത് ഇവർ കാക്ക് 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 എന്നാണ് പറയാനുള്ളൊരു കാര്യമാണ് ഇവരെ കുറിച്ച് ഈ ഒരു റിച്വലിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് ഈ റിച്വലിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് കേക്കാക്ക് എന്നാണ്, അഥവാ മങ്കി ഡാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം രാമായണത്തിലുള്ള ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാനരന്മാരാണ് അല്ലെങ്കിൽ കുരങ്ങന്മാരാണ് ഈ റിച്വൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു റിച്വൽ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രാമായണത്തിന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തേക്കുന്ന ഒരു സീൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നിലെ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീൻ തിയേറ്ററിൽ കാണിക്കുന്ന സമയത്ത് ഏത് സ്കെയിലിലായിരിക്കും കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ്. മലയാള സിനിമയുടെ ബഡ്ജറ്റൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ബ്രില്യൻ ഡയറക്ടറിന്റെ ഭാഗത്തു നിന്ന് ഒരു സിനിമ വരുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും യുദ്ധത്തിന് മുമ്പുള്ള ഒരു സീനൊക്കെ ശരിക്കും കാണിക്കാൻ പോകുന്നത്, നമുക്കൊക്കെ ഒരു ഗൂസ് ബംസ് വരുന്ന രീതിക്കുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പോസ്റ്ററിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരു അഗോരി ലുക്കിലാണ് കാണാൻ വരുന്നത്. സോ ഒരു വിഷ്വലായിട്ട് ഇതിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട് വരുന്ന സമയത്ത് ഒരു മാസത്തിനുള്ളിൽ ഈ സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു തിയേറ്ററിക്കൽ വാച്ച് എന്നുള്ളൊരു കാര്യമാണ് എന്നിലുള്ള പ്രേക്ഷകൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു വലിയ യുദ്ധം തന്നെ ഈ സിനിമയിൽ കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ കാണിക്കുന്ന ഈ ഒരു പോസ്റ്ററിനകത്ത് കാണിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ്. ഓൾറെഡി ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ എവിടെയും പോയിരുന്നില്ല. നേരെന്ന് പറയുന്ന സിനിമയിലൂടെ ക്ലാസ് ഈസ് പെർമനന്റ്, ഫോം ഈസ് ടെമ്പററി എന്ന് പറയുന്ന പോലെ കുറച്ച് നാൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒന്ന് പാളിപ്പോയെങ്കിലും നേരെന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 30 കോടിയിൽ മേലെ സിനിമയുടെ കളക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്ത കൊല്ലം 2024 എന്ന് പറയുന്നത് ലാലേട്ടൻ ഇറ അല്ലെങ്കിൽ ലാലേട്ടൻ വർഷമായിട്ട് മാറുമോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേസ് ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ മലൈക്കോട്ട വാലിബൻ ബൈ ദ ടീം ലിജോ ജോസ് പല്ലിശ്ശേരി ആൻഡ് ദി ഗ്രേറ്റ് ലാലേട്ടൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സിനിമ റെക്കമെൻഡ് ചെയ്യാണ്. കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്ന സിനിമയാണ്. കാണാത്ത ആൾക്കാർക്ക് പോയി കാണാം. കാരണം നെറ്റ്ഫ്ലിക്സിൽ സിനിമ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡോക്യുമെന്ററി ആണ്. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞിട്ട് നെറ്റി ചുൽക്കാനോ നിൽക്കണ്ട. കാരണം
ഈ ഒരു സാധനം കാണുന്ന സമയത്ത് അഞ്ചാം പാതിരയൊക്കെ കണ്ടേക്കുന്നതിനേക്കാളും വലിയൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയായിരുന്നത്. ജോളി എന്ന് പറയുന്ന സൈനൈഡ് ജോളിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവർ എത്രമാത്രം ക്രൂരയാന്നുള്ളൊരു കാര്യം കാണണമെന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് ഒന്ന് കണ്ടുനോക്കണം. അഞ്ചാം പാതിരയിലൊക്കെ കാണിച്ചിരിക്കുന്ന സൈക്കോ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നിപ്പോകും. അത്രയും മാത്രം നല്ല രീതിക്ക് നറേറ്റ് ചെയ്തേക്കുന്ന, വെൽ റിട്ടൺ, വെൽ റിസർച്ച് ചെയ്തേക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആണ്. അത് അതിഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആണ് കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഇതിനകത്ത് നറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു ലേഡി ആൻഡ് ഒരു മനുഷ്യനാണ്. അതുവരെ ഫാമിലി മെമ്പറായിട്ട് വരുന്ന ഒരാളാണ്. മരണപ്പെട്ടേക്കുന്ന ആൾക്കാരുടെ മെമ്പേഴ്സായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ആ ലേഡിയുടെ നറേഷൻ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ട് കൊടുക്കും. കാരണം ധീരവനിത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കാരണം ഇവരെ കാണുന്ന സമയത്ത് ഇവരാണ് ഈ കേസ് തെളിയിക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് എന്നുള്ളൊരു കാര്യം കേൾക്കുന്ന സമയത്തും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഇവർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇവർ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗേറ്റ് കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ ഡയലോഗ് പറയുന്നുണ്ട്. ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, ഭയം, പേടി, അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയോടുള്ള ഒരു സഹതാപം, കാര്യങ്ങളെല്ലാം നമുക്ക് തോന്നുന്ന രീതിക്കുള്ളൊരു വെബ് സീരീസ് ആണ്, ഒരു ഡോക്യുമെൻ്ററി ആണ് യഥാർത്ഥത്തിൽ കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. 2024 ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് മാറുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ലാലേട്ടൻ ഫാൻസ് പറയുന്നത് ഓൾവേസ് ഓണസ്റ്റ് ഫാൻസ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എത്ര സിനിമകൾ പോയാലും അല്ലെങ്കിൽ ഫെയിലായി പോയാലും അടുത്ത സിനിമ ഇറങ്ങുന്ന സമയത്ത് ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൽ വലിയൊരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും എന്ന് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് നേരെന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കംബാക്ക് നമ്മൾ കണ്ടു. വീണ്ടും ആ ഒരു ഇൻഡസ്ട്രിയെ റൂൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രമാണ് പറയേണ്ടതുള്ളൂ. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എന്ന് പറയുന്ന സമയത്തും ഈ ഒരു പോസ്റ്റർ കൂടി കാണുന്ന സമയത്ത് ഒരു വലിയ സിനിമ തന്നെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടിരിക്കുന്ന സിനിമകളെല്ലാം നമ്മൾ ഹൈലി എക്സ്പെക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള തിയേറ്ററിക്കൽ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല എന്ന് പലരുടെയും പരാതികൾ പറയാനായിട്ട് കേൾക്കാൻ പറ്റിയായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, KGF എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടതിന് ശേഷം KGF 2 കാണാൻ പോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പ്രേക്ഷകന് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ ആ സിനിമ ഹിറ്റായത് എന്തുകൊണ്ടാണ്? വൈ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ സിനിമ നമ്മുടെ എക്സ്പെക്റ്റേഷന് മീതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ KGF 2 എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ മീതെയായിരുന്നു ആ സിനിമയുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഗംഭീര സിനിമയാണ്. സിനിമ അവിടെ വെച്ച് തന്നെ അവസാനിച്ചു എന്നുള്ള രീതിക്ക് പറയുന്ന സമയത്തും ഇനി ദൃശ്യം 2 എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദൃശ്യം 2 കണ്ടു. നമ്മുടെ എക്സ്പെക്റ്റേഷന് മീതെ ആ സിനിമ വന്നേക്കുന്ന സമയത്ത് അതിനകത്ത് ആ ജോർജ് കുട്ടി പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പോലും പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം ട്വിസ്റ്റോട് കൂടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു സംഭവം, അതാണ് നമ്മൾ ആ ഒരു കഥാപാത്രത്തിലേക്കും അല്ലെങ്കിൽ ആ സിനിമയിലോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദ പ്രോബ്ലം ഈസ് നോട്ട് അവർ എക്സ്പെക്ടേഷൻ, ദ പ്രോബ്ലം ഈസ് ഹൗ ദ സിനിമ ഈസ്. സിനിമ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാ സിനിമകളെയും ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക്, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.